വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനമെന്ന ദൈവവചന പ്രഘോഷണ പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു: യേശു അവളോട്, നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ച് 4 ദിവസമായപ്പോൾ അവൻ്റെ കല്ലറയ്ക്കൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന യേശുവിനോട് മാർത്ത പറയുകയാണ്: കർത്താവേ, നേരത്തെ തന്നെ അഴുകി കാണും, എന്തെന്നാൽ 4 ദിവസമായല്ലോ എന്ന്. യേശുവിൻ്റെ മറുപടിയാണ് നാം വായിച്ചു കേട്ടത്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് പലപ്പോഴും ഓരോ മനുഷ്യനും ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, പിന്നെ ഞാൻ വിശ്വസിക്കാമെന്നാണ് പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് അവനെ പഠിപ്പിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ലോകത്ത് ക്രമം മറിച്ചാണ്. നാം എപ്രകാരം ദൈവത്തിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ സമീപിക്കുന്നുവോ അപ്രകാരം ഇരട്ടിയായി അവൻ നമ്മിലേക്ക് ദൈവത്തിൻ്റെ മഹത്വവർഷത്തെ ചൊരിഞ്ഞ് നൽകും. 12 വർഷമായി രക്തസ്രാവത്താൽ വിഷമിച്ചിരുന്ന ആ സ്ത്രീ, അവൾ തൻ്റെ വിശ്വാസം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പലിൽ സ്പർശിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുമെന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചു. അതെ, അതവൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി. 12 വർഷം തന്നെ അലട്ടിയിരുന്ന വലിയ രോഗബന്ധനത്തിൽ നിന്നും അവൾ അഴിയപ്പെട്ടവളായി. നമുക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ മഹത്വം അത് ദർശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് വെറും ഒരു ആത്മീയ പ്രകാശമല്ല, അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവൻ്റെ തുണ്ടുകളെ മടക്കി തീർക്കുന്ന നിമിഷമാക്കി മാറ്റുന്ന ഒരു വലിയ അനുഭവമാണ്. മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, നശിച്ച പ്രതീക്ഷകൾ പുതുതായി വിരിയപ്പെടുക, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുവാൻ സാധിക്കുന്ന ദൈവിക തേജസ്സും ദൈവിക അനുഭവവുമാണ്. മരണമുഖാന്തരം മാറ്റപ്പെട്ട ലാസർ കല്ലറയിലായിരിക്കുമ്പോൾ അവൻ്റെ സഹോദരിമാർ ചില പ്രതിസന്ധികളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവരെ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ മരിച്ചുപോയ സമയമാണ്. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ സമയമാണ്. ബന്ധങ്ങൾ തകർന്നു പോയ സമയമാണ്. പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്ത സമയമാണ്. എന്നാൽ ആ 4-ാം ദിവസം കർത്താവ് ഇതിനെല്ലാം മറുപടി കൊടുക്കുകയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുവിൻ്റെ മറുപടി നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മറ്റൊന്നുമല്ല അവൻ നയിക്കേണ്ടത്, ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസമാണ്. നമ്മൾ കടന്നു പോകുന്ന വഴിത്താരകളിലൊക്കെ എൻ്റെ ദൈവത്തിന് സാധിക്കും, ഞാനല്ല പ്രവർത്തിക്കേണ്ടത്, എൻ്റെ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കേണ്ടത്. എൻ്റെ ദൈവം ഈ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെക്കുറിച്ച് ഒരു പദ്ധതി ദൈവം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദൈവം എനിക്ക് അത് നിവർത്തിച്ചു തരും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് പ്രിയപ്പെട്ടതായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈനംദിന ജീവിതത്തിലെ നിസ്സാര പ്രവർത്തനങ്ങൾ പോലും ക്രിസ്തു എനിക്കായി ചെയ്തു തരുന്നു, ദൈവത്തിൻ്റെ വേലയാണ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ക്രിസ്തുവ് നമ്മിൽ പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുവാനും അതുമൂലം അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും സാധ്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാകുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ.
എബ്രായ ലേഖനം 11 അധ്യായം 1 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം എന്നതോ പ്രത്യാശയിൽ ഇരിക്കുന്നവയെക്കുറിച്ച് അവ പ്രവൃത്തി രൂപത്തിൽ ആയിത്തീർന്നിരുന്നാൽ എന്ന പോലെയുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ബോധ്യവുമാകുന്നു. ഒരു വശത്ത് ഈ ശാസ്ത്രലോകത്തിൻ്റെ പഠിപ്പിക്കലുകളും അന്ധവിശ്വാസങ്ങളുടെ തള്ളലുകളും ലൗകിക ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളും നമ്മെ അലട്ടുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ ഒന്നേയുള്ളൂ, അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. നമുക്ക് ദൈവത്തിൽ അടിയുറച്ച് നിൽക്കാം. അവൻ്റെ കരത്തിൻ്റെ കീഴിൽ നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കട്ടെ. ഏത് ജീവിത നിമിഷങ്ങളാണെങ്കിലും, പ്രതിസന്ധിയായാലും സന്തോഷമായാലും ദുഃഖമായാലും മറ്റുള്ളവർ മൂലം ഉണ്ടായ നിരാശയാണെങ്കിലും എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട നിമിഷമാണെങ്കിലും എൻ്റെ കർത്താവിന് എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് നമ്മിൽ രൂപപ്പെടുത്തുവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ